പശ്ചിമ ബംഗാളിലെ വോട്ടിംഗ് അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, ബംഗാളിനെ സംബന്ധിച്ച് പതിവ് പോലെ തന്നെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മൂർഷിദാബാദിലെ നൌഡയിലൊക്കെ പെട്രോൾ ബോംബേറാണ് ഉണ്ടായതെങ്കിൽ അസൻസോൾ സൗത്ത് മണ്ഡലത്തിൽ BJP MLA വാഹനം തന്നെ ആക്രമിച്ചു അല്ലേ? ഈ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു ബംഗാളിൽ? റോഷ്നി, പശ്ചിമ ബംഗാൾ പോകുന്നത് ഒരു റെക്കോർഡ് പോളിംഗിലേക്കാണ്. ഇപ്പോൾ 78.7% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 70% 3 മണിയായപ്പോഴും കടന്നിരിക്കുന്നു, 78%-ലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം അക്രമ സംഭവങ്ങളും സംസ്ഥാനം തുടരുന്നു എന്നാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്. പ്രധാനപ്പെട്ട പലയിടത്തും വലിയ തരത്തിൽ ഏറ്റുമുട്ടലുകൾ, അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് അവിടുന്ന് കാണാൻ കഴിയുന്നത്. നിലവിലത്തെ BJP MLA കൂടിയായിട്ടുള്ള ആളെ അടക്കം അഗ്നിമിത്ര പോളിന്റെ വാഹനം ആക്രമിച്ച സാഹചര്യം ഉണ്ടായി. അവർ അസൻസോൾ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. ബൂത്തിൽ പോയി ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് കല്ലെറിയുകയായിരുന്നു ചെയ്തത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. TMC പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്താണെങ്കിൽ BJP സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് കുമാർഗഞ്ചിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുവേന്ദു സർക്കാരിന് നേരെ മർദ്ദനം ഉണ്ടായി. അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ TMC പ്രവർത്തകർ കൂട്ടം കൂടി മർദ്ദിക്കുകയായിരുന്നു. പോലീസിന്റെയും മാധ്യമപ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് മർദ്ദനം ഉണ്ടായത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മുർഷിദാബാദ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ മേഖലയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത് മുർഷിദാബാദ് അടക്കമുള്ള ഇടങ്ങളിലെ വോട്ടുകളാണ്. അവിടെ രാവിലെ മുതൽ തന്നെ വലിയ സംഘർഷമാണ് ഉള്ളത്. പ്രത്യേകിച്ച് അവിടെ പെട്രോൾ ബോംബ് അടക്കം എറിഞ്ഞു 3ലധികം ആൾക്ക്, സ്ത്രീകൾ അടക്കമുള്ള ആൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. മുർഷിദാബാദിൽ TMC അതോടൊപ്പം തന്നെ AJUP, അവിടുത്തെ AJUP പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയുണ്ടായി. പോലീസ് രാത്രി ചാർജ്, അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ കല്ലേറ് അടക്കമുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. വാഹനങ്ങൾ അടിച്ചു തീർത്തു. അത്തരത്തിൽ സാഹചര്യമാണ് ഉള്ളത്. അതാണെങ്കിൽ വലിയ സംഘർഷഭരിതമായ സാഹചര്യമാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അടക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം. കേന്ദ്രസേന അടക്കം കൂടുതലായി വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും വരും മണിക്കൂറുകൾ, പ്രത്യേകിച്ച് വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥരടക്കം പങ്കുവയ്ക്കുന്നു. കേന്ദ്രസേന അടക്കം കൂടുതലായി വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും അക്രമ സംഭവങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്നാണെങ്കിൽ നിരവധി സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ BJPയുടെ ബൂത്ത് ഏജന്റുമാർ അടക്കമുള്ള ആളുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് BJP കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നു. അല്പം മുമ്പ് BJPയുടെ കൊൽക്കത്തയിലെ വാർ റൂമിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരുന്നു. ഒപ്പം രണ്ടാം വട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ കൽക്കത്ത അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ട്. ഏതായാലും വാശിയേറിയ പോരാട്ടമാണ് പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പോളിംഗ് ശതമാനത്തിൽ കൃത്യമായി തന്നെ പ്രകടമാണ്. പ്രത്യേകിച്ച് SIR കൂടി നടന്ന ശേഷമുള്ള ആ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ശതമാനം, റെക്കോർഡ് പോളിംഗ് ശതമാനത്തേക്ക് പശ്ചിമ ബംഗാൾ എത്തും എന്നാണ് യാഥാർത്ഥ്യം. ഈ പോളിംഗ് ശതമാനം ആര് തുണയ്ക്കും എന്നാണ് ഇപ്പോൾ കണ്ടറിയേണ്ടത്. മോദിക്കാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. നോബൽ പറഞ്ഞ പോലെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ടുള്ള ബംഗാളിൽ പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 സംസ്ഥാനങ്ങളിലായാലും നല്ല പോളിംഗ്, ആവേശത്തോടു കൂടിയുള്ള പോളിംഗ് ആണ് കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം കാണുന്നത്. ഇനിയും എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊരു പൂർണ്ണ ചിത്രം ഇതിന്റെ അവസാന സമയത്തോടു കൂടി തന്നെ ലഭിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ ആ സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് അവിടെ തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയെടുത്ത് അതിവേഗം തിരിച്ചെത്താം.